നമസ്കാരം. സ്വകാര്യ സ്ഥാപനമായ ഫയർഫ്ലൈ എയ്റോസ്പേസിന്റെ ബ്ലൂ ഗോസ്റ്റ് പേടകം വിജയകരമായി ചന്ദ്രനിലിറങ്ങി. സ്വകാര്യ ബഹിരാകാശ ഗവേഷണ രംഗത്തെ നാഴികക്കല്ലെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നേട്ടമാണിത്. ദൗത്യം വിജയകരമായിരുന്നുവെന്ന് ഫയർഫ്ലൈ മിഷൻ കൺട്രോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഞങ്ങൾ ചന്ദ്രനിലെത്തി എന്നായിരുന്നു ഫയർഫ്ലൈയുടെ വാക്കുകൾ. പേടകം വിജയകരമായി ചന്ദ്രോപരിതലത്തിൽ ഇറക്കുന്ന രണ്ടാമത്തെ സ്വകാര്യ കമ്പനിയാണ് ഫയർഫ്ലൈ. 2024 ഫെബ്രുവരിയിൽ അമേരിക്കൻ എയ്റോസ്പേസ് കമ്പനിയായ ഇൻറ്റ്യൂറ്റീവ് മെഷീൻസ് ഈ നേട്ടം കൈവരിച്ചിരുന്നു. 2025 ജനുവരി 15-നാണ് സ്പേസ് എക്സ് ഫാൽക്കൺ 9 റോക്കറ്റിൽ ലാൻഡർ വിക്ഷേപിച്ചത്. മാർച്ച് 2-ന് ലക്ഷ്യസ്ഥാനം കണ്ടു. ചന്ദ്രനിൽ ഇറങ്ങി നിമിഷങ്ങൾക്കകം ലാൻഡർ ചന്ദ്രോപരിതലത്തിന്റെ വിസ്മയകരമായ ചിത്രവും അയച്ചു. അതിന്റെ കാലുകൾ ചന്ദ്രനിൽ എങ്ങനെയാണെന്നും കാണിച്ചു തന്നു. ബ്ലൂ ഗോസ്റ്റ് ബഹിരാകാശ പേടകം ചന്ദ്രനിലേക്ക് പോകുന്നതിന് മുമ്പ് 1 മാസത്തോളം ഭൂമിയെ ചുറ്റിയിരുന്നു. അവിടെ 16 ദിവസം ചന്ദ്രഭ്രമണപഥത്തിൽ അതിന്റെ പാത മെച്ചപ്പെടുത്തി. ചന്ദ്രന്റെ ഉൾഭാഗത്തു നിന്നുള്ള താപപ്രവാഹത്തെക്കുറിച്ചും ലാൻഡർ പഠിക്കും. ഇത് ശാസ്ത്രജ്ഞർക്ക് ചന്ദ്രന്റെ താപപരിണാമത്തെ മനസ്സിലാക്കാൻ സഹായിക്കും. ചന്ദ്രന്റെ കാന്തിക വൈദ്യുത മണ്ഡലങ്ങളെക്കുറിച്ചുള്ള ഡേറ്റ ശേഖരിക്കുന്നതിലൂടെ ഗവേഷകർക്ക് അതിന്റെ ഭൂമിശാസ്ത്രപരമായ ചരിത്രത്തെക്കുറിച്ചും അറിയാൻ സാധിക്കും. നാസയുമായി ചേർന്നാണ് ഫയർഫ്ലൈ എയ്റോസ്പേസ് ചാന്ദ്രദൗത്യം നടത്തിയത്. ചന്ദ്രനിൽ സുരക്ഷിതമായ ലാൻഡിംഗ് സമ്പൂർണ്ണ വിജയമാക്കുന്ന ആദ്യ സ്വകാര്യ കമ്പനി എന്ന നേട്ടം കൂടിയാണ് ഫയർഫ്ലൈ എയ്റോസ്പേസ് സ്വന്തമാക്കിയത്. നാസയുടെ സഹായത്തോടെ ജനുവരി 15-നാണ് ബ്ലൂ ഗോസ്റ്റ് ദൗത്യം ആരംഭിച്ചത്. ബ്ലൂ ഗോസ്റ്റ് ദൗത്യം ചന്ദ്രനും ചൊവ്വയും കേന്ദ്രീകരിച്ചുള്ള ഭാവി പര്യവേഷണങ്ങളിൽ നിർണായകമാകും എന്നും കമ്പനി അവകാശപ്പെട്ടു. ചന്ദ്രസമതലമായ മേർക്രിസിയത്തിലാണ് ലാൻഡർ ഇറങ്ങിയത്. ചന്ദ്രനിലെത്തുന്ന ഏറ്റവും പരന്ന പ്രധാനപ്പെട്ട പ്രതലങ്ങളിലൊന്നാണ് മേർക്രിസിയം. ഇവിടെ കൂടുതൽ ശാസ്ത്രീയമായ പഠനങ്ങൾ നടത്താമെന്ന പ്രതീക്ഷയിലാണ് നാസ. ചന്ദ്രന്റെ കാന്തിക വൈദ്യുത മണ്ഡലങ്ങളെക്കുറിച്ചുള്ള ഡാറ്റ ശേഖരിക്കുന്നതിലൂടെ ഗവേഷകർക്ക് ഇവയുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളെക്കുറിച്ചും നിർണായക വിവരങ്ങൾ ബ്ലൂ ഗോസ്റ്റ് കൈമാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചന്ദ്രനിലേക്കുള്ള 45 ദിവസം നീണ്ട യാത്രയ്ക്കിടെ ഭൂമിയുടെയും ചന്ദ്രന്റെയും ചിത്രങ്ങൾ ബ്ലൂ ഗോസ്റ്റ് അയച്ചിരുന്നു. 6 അടി 6 ഇഞ്ച് ഉയരമുള്ള ലാൻഡർ മാർച്ച് ആദ്യം ചന്ദ്രനിലെ വടക്കൻ അക്ഷാംശങ്ങളിലെ മേർക്രിസിയത്തിലാണ് ഇറങ്ങിയത്. നാസയ്ക്ക് വേണ്ടി 10 പരീക്ഷണ ദൗത്യങ്ങളാണ് ഫയർഫ്ലൈ ലക്ഷ്യമിടുന്നത്. അതിലൊന്നാണ് മറ്റ് ഗ്രഹങ്ങളിൽ നിന്നും സാമ്പിളുകൾ ശേഖരിക്കുന്നതിനായി വികസിപ്പിച്ച പ്ലാന്റ് വാക്ക് എന്ന ഉപകരണത്തിന്റെ പരീക്ഷണം. ഒരു ഹൈടെക് വാക്വം ക്ലീനറാണ് LPV. മർദ്ദം ഉപയോഗിച്ച് വാതകം പുറത്തേക്ക് വിട്ട ഗ്രഹങ്ങളുടെ ഉപരിതലത്തിലെ മണ്ണ് ഇളക്കി ഉയർത്തും. ഒരു ചെറിയ ചുഴലിക്കാറ്റ് പോലെ അന്തരീക്ഷത്തിലേക്ക് ഉയരുന്ന മണ്ണും കല്ലും വാക്കും ഉപയോഗിച്ച് കണ്ടെയ്നറിലേക്ക് വലിച്ചെടുക്കുകയാണ് ഇത് ചെയ്യുക. 1 സെന്റിമീറ്റർ വലിപ്പമുള്ള വസ്തുക്കൾ വരെ ഇതുവഴി ശേഖരിക്കാനാകും. LPV ഉൾപ്പെടെ 7 ശാസ്ത്രീയ ഉപകരണങ്ങളാണ് ഫയർഫ്ലൈ ബ്ലൂ ഗോസ്റ്റ് ലൂണാർ ലാൻഡിലുള്ളത്. ഇന്ത്യൻ സമയം ഇന്ന് ഉച്ചയ്ക്ക് 2:04 ലാൻഡിംഗ്. 63 മിനിറ്റ് നീണ്ടു നിൽക്കുന്നതായിരുന്നു ലാൻഡിംഗ് പ്രക്രിയ. ആർതർ സി ക്ലാർക്കിന്റെ വിഖ്യാത സയൻസ് ഫിക്ഷൻ കഥ ദി സെന്റിനലിലൂടെ പ്രസിദ്ധമായ മേർക്രിസിയം ഗർത്തത്തിലാണ് പേടകം ഇറങ്ങിയത്. നാസയുടെ സഹകരണത്തോടെ സ്വകാര്യ ബഹിരാകാശ വിക്ഷേപണ കമ്പനിയായ സ്പേസ് എക്സ് വിക്ഷേപിച്ച ഇരട്ട ചാന്ദ്ര പരിവേഷണ ആളില പേടകങ്ങളിലൊന്നാണ് ബ്ലൂ ഗോസ്റ്റ്. 45 ദിവസം സമയമെടുത്താണ് ബ്ലൂ ഗോസ്റ്റ് ചന്ദ്രനിൽ ഇറങ്ങിയത്. നാസയിൽ നിന്നും 10 പേലോഡുകളും ദൗത്യത്തിന്റെ ഭാഗമാണ്. സ്വകാര്യ ലാൻഡറുകളെ കരാറടിസ്ഥാനത്തിൽ ചന്ദ്രനിലേക്ക് അയക്കുന്ന നാസയുടെ CLPS പദ്ധതിയുടെ ഭാഗമാണ് ബ്ലൂ ഗോസ്റ്റ്.